ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും ബി.ജെ.പി എംപിയുമായ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിന് തിരിച്ചടി. കായിക താരങ്ങളുടെ പരാതിയിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി ലൈംഗിക പീഡന കുറ്റം ചുമത്തി. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. ഗോകുൽ, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ നിന്നും. ഈ 7 ഗുസ്തി താരങ്ങൾ നൽകിയ പരാതിയാണ് ഈ റോസ് അവന്യൂ കോടതിയിൽ ഉണ്ടായിരുന്നത്. ഒരു പരാതിക്കാരി, പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരി പിന്നീട് പിന്മാറിയിരുന്നു. മറ്റ് 6 ഗുസ്തി താരങ്ങളുടെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ ഉണ്ട് എന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസിന്. വിധിയുടെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും കനത്ത തിരിച്ചടി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ഏറ്റിരിക്കുന്നു. ഈ വിധി വരുന്നതിന് അല്പസമയം മുമ്പ് വരെ ബ്രിജ്ഭൂഷൺ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ബി.ജെ.പിയുടെ പൂർണ്ണ പിന്തുണ തനിക്ക് ഉണ്ട് എന്നും അതുകൊണ്ടാണ് തനിക്ക് പകരം തന്റെ മകന് ഇത്തവണ പാർട്ടി സീറ്റ് നൽകിയത് എന്നുമുള്ള പ്രതികരണം അല്പസമയം മുമ്പ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് നടത്തിയിരുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകന് സീറ്റ് നൽകിയതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾ അടക്കമുള്ള ഗുസ്തി താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതിനിടെയാണ് ഈ ആരോപണങ്ങൾ, അവരുടെ പരാതികൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഉത്തരവ് റൌസ് അവന്യൂ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് കേസെടുക്കാൻ വൈകിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഡൽഹിയിൽ മാസങ്ങളോളം അന്താരാഷ്ട്ര താരങ്ങൾ അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയുണ്ടായി എന്ന പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ ഉണ്ട് എന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ആ 7ാമത്തെ പരാതിക്കാരി, പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരി തന്നെ നിർബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും തനിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ആ പരാതി പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ മറ്റ് 6 പരാതിക്കാരും ഉറച്ചു നിൽക്കുകയായിരുന്നു ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ. ശരി, ഏതായാലും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ആത്മവിശ്വാസമെല്ലാം അസ്ഥാനത്താക്കുന്ന വിധിയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ നിന്ന് വരുന്നത്. ലൈംഗിക പീഡന കുറ്റം ചുമത്തിയിരിക്കുന്നു ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ കായിക താരങ്ങളുടെ പരാതിയിൽ.